എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജിത്താണേ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനങ്ങനെ നമ്മുടെ ആമല എന്ന് പറയുന്ന സെറ്റിൽമെൻറ്റിലാണ് ഉള്ളത്. അപ്പോൾ ഞാനിവിടെ വന്നതിൻ്റെ കാര്യമെന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മൾ ഇവിടെ ഈ ഫയർ ലൈൻ വർക്കുണ്ട്. ഫയർ ലൈൻ വർക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ആമലയിലേക്ക് വന്നത്. അപ്പോൾ ഇന്നങ്ങനെ രാവിലെ ഉറക്കമൊക്കെ എണീറ്റിട്ട് നമ്മൾ നേരെ ഫയർ ലൈൻ മിട്ടിൻ്റെ വർക്കിന് പോവുകയാണ്. അപ്പോൾ ഓണത്തിന് മുമ്പ് നമുക്ക് അത്യാവശ്യം വർക്ക് സെറ്റായിട്ടുണ്ട്. ഫയർ ലൈൻ്റെ വർക്കാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഭാഗത്ത് നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് ആമല ഊരിലെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫയർ ലൈൻ വർക്കിന് പോകുന്ന സ്ഥലവും അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സജിത്ത് പൊത്തോട് വ്ളോഗ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നല്ല ശക്തമായിട്ടുള്ള മഴ രാവിലെ തന്നെ ഇങ്ങനെ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് താഴോട്ടൊക്കെ പോകുമ്പോൾ അത്യാവശ്യം മഴ കുറയുമായിരിക്കാം. ഇന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വർക്കിന് വരുന്നത്. എൻ്റെ സുഹൃത്തായിട്ടുള്ള രാമൻ എന്ന് പറഞ്ഞ പയ്യൻ ഇവിടെ ഉണ്ട്. അപ്പോൾ രാമൻ്റെ വീട്ടിൽ നിന്നിട്ടാണ് ഞാൻ വർക്കിന് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും സജിത്ത് പൊത്തോട് വ്ളോഗ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളങ്ങനെ രാവിലെ വാളും എടുത്തിട്ട് അംഗത്തിന് പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ആമല സെറ്റിൽമെൻറ്റിൽ കൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് തൊട്ട് താഴെ ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് വലത്തെ സൈഡിൽ കിടക്കുന്ന ഒരു വഴിയുണ്ട്. ആ വഴിക്ക് രണ്ട് സൈഡുമാണ് നമ്മൾ കാട് വെട്ടാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ട്രാക്ക് രാമൻ, ആമല രാമൻ. ആ ഫ്രണ്ടിൽ പോകണുണ്ട്. അപ്പോൾ രാവിലെ നമ്മളിങ്ങനെ ഇറങ്ങി നടക്കുകയാണ്. അത്യാവശ്യം നല്ല കാറ്റൊക്കെ ഉണ്ട്. ഈ വലത്തെ സൈഡിലാണ് ആമല സെറ്റിൽമെൻറ്റ്. രണ്ട് സ്ഥലമുണ്ട്, ആമല മുകളിലും മേലെ ആമലയും അതുപോലെ താഴെ ആമലയും, രണ്ട് ആമലയുണ്ട് കേട്ടോ. അപ്പോൾ ഈ രണ്ട് സെറ്റിൽമെൻറ്റിലുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ വലത്തെ സൈഡിലാണ് ഇവിടുത്തെ മൊബൈൽ ടവർ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മൊബൈൽ ടവറൊക്കെ ഉള്ള വഴി കൂടെ കുറച്ചങ്ങ് താഴെ ഇറങ്ങുമ്പോഴാണ് ഈ ആമലത്തെ കമ്മ്യൂണിറ്റി ഹാളൊക്കെ ഉള്ളത്. അപ്പോൾ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ അവിടെ നിന്ന് കുറച്ച് മേളിൽ വന്നിട്ട് വലത്തെ സൈഡിലൂടെ ഒരു വഴിയുണ്ട്. ആ വഴിയാണ് നമ്മളിന്ന് വെട്ടാനായിട്ട് പോണത്. ഏകദേശം നമ്മൾ കാട് വെട്ടുന്ന സ്ഥലത്തിൻ്റെ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഏകദേശം രാവിലെ ഒരു 7:45 ആ ഒരു സമയമായിട്ടുണ്ട്. സാധാരണയായിട്ട് ഇന്ന് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. രാമൻ പറയുന്നത് അവൻ എല്ലാ ദിവസവും 7:30 കാട് വെട്ടാൻ കയറും എന്നാണ്. നമ്മളിന്ന് വന്നപ്പോൾ അത്യാവശ്യം താമസിച്ചു പോയി. ഞാൻ ആദ്യമാണ് എന്തായാലും ഇന്നത്തെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് നോക്കാം. എന്നിട്ട് നാളെ തൊട്ട് കുറച്ചും കൂടി നേരത്തെ വരാനായിട്ട് ശ്രമിക്കാം. ഇത് ഇവിടെ നിന്ന് വരുന്ന റോഡാണ്, താഴെ നിന്ന് വരുന്ന റോഡ്. അതിലെ ഒരുപാട് കറങ്ങി പോകണം. ഇതിനകത്തൂടെ കണ്ട അത്യാവശ്യം ഒരു വഴിയുണ്ടേ. അപ്പോൾ ഈ വഴി കൂടെ പൊക്കഴിഞ്ഞാൽ നമുക്ക് തൊട്ട് താഴെ ഇറങ്ങാനായിട്ട് പറ്റും. രാവിലെ മഴയൊക്കെ പെയ്തതുകൊണ്ട് തന്നെ ഈ കുളയട്ടകളൊക്കെ കാണാനായിട്ട് സാധ്യതയുണ്ട് ഈ വഴിയിൽ. അങ്ങനത്തെ വഴിയാണ്. അത്യാവശ്യം നല്ല നിത്യഹരിത വനങ്ങൾ പോലുള്ള വനം. ഇങ്ങനെയുള്ള സ്ഥലത്താണ് കുളയട്ട കാണാനായിട്ടുള്ള സാധ്യത കൂടുതൽ. അങ്ങനെ നമ്മൾ പണി തുടങ്ങുന്ന സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണേ. അപ്പോൾ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ആയിട്ടൊന്നും ഈ വിഷ്വൽ കാണാൻ പറ്റത്തില്ല. വേറൊന്നുമില്ല, എന്തൊക്കെ പറ്റി. നമ്മുടെ ഗോപ്രോ ആണ് ക്യാമറ. ഞാൻ അടുത്തത് മാറ്റും കേട്ടോ. ഇത് മാറ്റിയിട്ട് പൈസ സെറ്റാകുമ്പോൾ DJ എടുക്കുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് നല്ല വിഷ്വൽസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ നേരത്തെ മുറിഞ്ഞിറങ്ങിയ റോഡിൻ്റെ അവിടേക്ക് നമ്മളിതാ തിരിച്ചിറങ്ങി വന്നിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം നമ്മൾ കാട് വെട്ടുന്ന സ്ഥലം എവിടെയാണെന്ന്. അപ്പോൾ ഇതാണ് നമ്മൾ രാമൻ്റെയൊക്കെ വീടിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയെന്ന വഴി. അപ്പോൾ ഇവിടെ നിന്നൊരു വഴിയുണ്ടേ. ഈ വളവെട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പോകുന്നൊരു വഴിയാണ്. അപ്പോൾ ആ വഴിയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡാണ് കാട് വെട്ട്. 5 മീറ്ററാണ്. ഒരു സൈഡ് 5 മീറ്റർ. ഇവിടെ കൂടെയാണ് വഴി. താഴെ സൈഡ് 5 മീറ്റർ, മേളിൽ സൈഡ് 5 മീറ്റർ. അങ്ങനെയാണ് കാട് വെട്ട് നമ്മുടെ വർക്കെന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ തൊട്ട് താഴെയാണ് ആമലത്തെ കമ്മ്യൂണിറ്റി ഹാളുള്ളത്. അപ്പോൾ ഇപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകാൻ വയ്യ. ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാനായിട്ടായിരിക്കും ഇനി നമ്മൾ ചിലപ്പോൾ അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ രാവിലെ നമ്മൾ പണിക്ക് പോകാനായിട്ട് വാള് രാവിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മേടിച്ച വാളാണ്. പക്ഷെ ഇതിൻ്റെ എവിടെയൊക്കെ പൊട്ടലൊക്കെ ഉണ്ട്, ഒന്നും കാണാൻ പറ്റത്തില്ല. ചെറിയൊരു അരം വെച്ച് രാവിലെ വാള് രാവിക്കൊണ്ടിരിക്കുകയാണ്. വേറെ പണിക്കാരൊന്നും വന്നിട്ടില്ല കേട്ടോ. നമ്മൾ 3 പേരുമാണ് വന്നത്. രാമൻ താഴോട്ട് പോയിട്ടുണ്ട്, തൊട്ട് താഴെ കമ്മ്യൂണിറ്റി ഹാളിലോട്ട്. അപ്പോൾ വാളൊക്കെ നല്ല മൂർച്ച കൂട്ടിയാൽ മാത്രമേ പെട്ടെന്ന് കാട് വെട്ടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ചടക്കായിരിക്കും. നമ്മളങ്ങനെ രാവിലെ 6-7 ആൾക്കാരുണ്ട്. നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ പണിക്ക് പോവുകയാണ്. അത്യാവശ്യം നല്ല നിബിഡമായിട്ടുള്ള വനത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
സമയം ഏകദേശം 8 മണിയോളമായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വെട്ടിയിട്ടിരിക്കുന്ന കാടാണ്. അതേപോലെ ഈ റോഡിൻ്റെ 2 സൈഡും വെട്ടിയിട്ടിട്ടുണ്ടേ. പിന്നെ നമ്മൾ കുറച്ച് മുമ്പിൽ പോയിട്ടാണ് നമ്മുടെ പണി തുടങ്ങുന്നത്. വാളക്കഥ നല്ല തേച്ച് മിനുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് മുന്നിലേക്ക് നടന്നിട്ട് അവിടെ നിന്നാണ് നമ്മുടെ പണി തുടങ്ങുന്നത്. അമൽ രാമൻ ഇവനാണ് നമുക്ക് പണി ഒപ്പിച്ചിരുന്നത്. ഇതാ ഈ കിടക്കുന്ന കാട് കണ്ട, ഇതാണ് വെട്ടിത്തെറിപ്പിക്കേണ്ടത്. നമ്മുടെ കാട് വിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പയൽറേം വെട്ടിൻ്റെ വർക്ക് ഈ 2 സൈഡ് ഉണ്ട്. ഇവിടെ നിന്ന് ഈ കാണുന്ന വഴി വരെ, അവിടെ നിന്ന് ആ താഴെ വരെ. അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ നമ്മുടെ വർക്ക്. ഏകദേശം 1 കിലോമീറ്ററിലധികം നമ്മളിങ്ങനെ കാട് വെട്ടി. ഏകദേശം രാവിലെ 7:30ക്കാണ് നമ്മൾ വർക്കിന് കയറുന്നത്. അതിനുശേഷം ഉച്ചയ്ക്ക് 2:30 ആകുമ്പോൾ പണി നിർത്തും കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ ആ രാമൻ്റെയൊക്കെ വീട്ടിലേക്ക് പോകാനായിട്ട് അത്യാവശ്യം ദൂരമുണ്ട്. ഒരു 2-3 കിലോമീറ്ററോളം അടുപ്പിച്ച് ദൂരമുണ്ട്. അപ്പോൾ നല്ല മഴയടിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ മഴയുടെ കുറച്ച് ശബ്ദങ്ങളും ഒക്കെ കേട്ടിട്ട് ഈ ഒരു സ്ഥലത്തു നിന്ന് യാത്ര ചെയ്യാവേ. മഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒടുക്കത്തെ മഴ തന്നെ കേട്ടോ. അപ്പം കുറേ ദിവസമായിട്ട് ഇങ്ങനെ ശക്തമായിട്ടുള്ള മഴയൊന്നും പെയ്യുന്നില്ല. ഈ മഴയുടെ ശബ്ദങ്ങളൊക്കെ കേട്ടിട്ട് ഈ ഒരു വനത്തിനുള്ളിലൂടെ പോകാൻ ഒരു പ്രത്യേക രസമാണ്. പിന്നെയെന്ന് പറയുമ്പോൾ ഇത് റിസർവ് ഫോറസ്റ്റിൻ്റെ ഉള്ളിലെ ഏകപ്പെട്ടൊരു സ്ഥലമാണെങ്കിൽ തന്നെ ഇത് ഫോറസ്റ്റിൻ്റെ ഒരു വർക്കാണ്. ഞാൻ മുമ്പും ഈ സമയമൊക്കെ ആകുമ്പം ഈ വർക്കിനൊക്കെ പോകുന്നതിൻ്റെ വീഡിയോ ഇടുമല്ലോ. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഓണത്തിന് മുമ്പ് തന്നെ ഈ ഒരു വർക്ക് തുടങ്ങി. എൻ്റെ കൂട്ടുകാരനായിട്ടുള്ള രാമൻ എന്ന് പറഞ്ഞ പയ്യനുണ്ട്. അപ്പോൾ അവൻ മുഖാന്തരമാണ് എന്നെ വിളിക്കുന്നതും ഞാനും അവരോടൊപ്പം ആമല ഊരിൻ്റെ ഇങ്ങോട്ട് വർക്കിന് വന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ നമ്മുടെ വർക്കിൻ്റെ കാഴ്ചകളും നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തന്നതിന് ശേഷം ആമല ഊരിലെത്തിയിട്ട് അവിടുത്തെ കാഴ്ചകളും കൂടെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയേക്കാവേ. നമ്മളിപ്പം പോകുന്ന വഴിയിലെ അത്യാവശ്യം നല്ല പാറകളൊക്കെ കാണുന്നുണ്ട്. പിന്നെ അതിന് പുറമേ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നതാണ്ട് ഈ ഭാഗത്തുണ്ട് അത്യാവശ്യം നല്ല വള്ളിക്കുടലുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഈ മഴയടിക്കുന്ന സമയത്താണെങ്കിൽ ക്യാമറയ്ക്ക് അകത്ത് മഴ ഈർപ്പം കയറിയിട്ട് ചെറിയ ഫോഗിങ് വരും. അപ്പം അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ ഏകദേശം 8 പേരാണ് പണിക്കുണ്ടായിരുന്നത്. നമ്മൾ 11 മണിക്ക് ആഹാരം കഴിച്ചായിരുന്നു. ഇനി അങ്ങ് പോയിട്ട് ഉച്ചയ്ക്കുള്ള ആഹാരം കഴിച്ചിട്ട് വേണം രാമൻ്റെ വീട്ടിലേക്ക് നമുക്ക് പോകാനായിട്ടേ. നമ്മളിപ്പം പോകുന്ന ഈ ഒരു വഴിയുണ്ടല്ലോ, ഈ വഴിയുടെ ഏകദേശം ഒരു 100 മീറ്റർ താഴെ കൂടെയാണ് നമ്മൾ ആമല എന്ന് പറയുന്ന ഈ ഒരു ഊരിലേക്ക് എത്തിപ്പെടുന്ന റോഡുള്ളത്. അപ്പോൾ ഇത് റോഡിന് കുറച്ച് മുകളിലൂടെ കിടക്കുന്നൊരു നടവഴിയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇത് പണ്ട് കാലത്തെ ആമല ഊരിലുള്ളൊരു ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു വഴിയാണ്. ആ ഒരു വഴിയിൽ കൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ എല്ലാ വർഷവും ഇതിൻ്റെ 2 സൈഡും ഇങ്ങനെ വെട്ടിയിടുന്നത് ഈ ദൂരെയൊക്കെ ഇങ്ങനെ വന്യമൃഗങ്ങൾ നിൽക്കുവാണെങ്കിൽ ഈ വഴിയാത്രക്കാർക്ക് അത് ദൂരെ നിന്ന് തന്നെ അതിനെ ശ്രദ്ധിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ റോഡിൻ്റെ ഭാഗത്തും 2 സൈഡും ഇങ്ങനെ വെട്ടിയിടാറുണ്ട് കാട്. അത് ഫോറസ്റ്റിൻ്റെ വർക്കാണ്. അതിൻ്റെ പേരെന്ന് പറയുന്നത് പയൽറേം വെട്ടെന്നും പറയും. ഇതിനെ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിസ്ത വെട്ടെന്നാണ് കേട്ടോ ഇതിനെ പറയണത്. നല്ല മഴ കേട്ടോ, നല്ല മഴയും അതുപോലെ ഈ മഴയടിച്ചിട്ട് കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാനൊക്കെ ഒരു പ്രത്യേക ഭംഗിയും ഒരു പ്രത്യേക രസവുമാണ്. പിന്നെ അതിന് പുറമേ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഈ മഴയടിക്കുന്ന സമയത്താണ് വന്യമൃഗങ്ങളൊക്കെ ഏറ്റവും കൂടുതലും ഊരുകളിലേക്ക് എത്തിപ്പെടുന്നത് കേട്ടോ. ഇതാ ഇങ്ങോട്ടൊക്കെ നോക്കിക്കേ, നമ്മളിപ്പോൾ അങ്ങനെയാണ് വന്നത്. ഇതാ വഴിയുണ്ട, അങ്ങനെയാണ് വന്നത്. അതിലെ കറങ്ങി ഇങ്ങ് എത്തിയിട്ടുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 2 കിലോമീറ്റർ അടുപ്പിച്ചെന്ന് നമ്മൾ 8 പേര് നിന്നിട്ട് കാട് വെട്ടിയിട്ടുണ്ടെന്ന് തോന്നണേ. ഉച്ചയ്ക്ക് നമ്മൾ ഏകദേശം 11:30 ആയ സമയത്ത് ഇവിടെയാണ് നമ്മൾ ആഹാരം കഴിക്കാൻ വേണ്ടി ഇരുന്നത്. ഈ ഒരു ഭാഗത്ത് വെള്ളവും ആഹാരമൊക്കെ നമ്മൾ രാവിലെ തന്നെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ ഇരുന്നിട്ടാണ് കഴിച്ചത്. അപ്പോൾ ഇനി അത്യാവശ്യം ഇവിടെ ഇങ്ങനെ കുറച്ച് വർക്ക് ഉണ്ടെന്ന് നമ്മുടെ പയ്യന്മാർ പറഞ്ഞ്. അപ്പോൾ എന്തായാലും വീട്ടിൽ പോയാലും വേറെ പരിപാടിയൊന്നും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഇവിടെ നിന്ന് പറ്റണ വർക്കുകളൊക്കെ ചെയ്തിട്ട് വേണം തിരിച്ച് വീട്ടിലേക്ക് പോകാൻ.
നമ്മളിപ്പോൾ നടന്നു നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു നടവഴി ഉണ്ടോ, ഒരു നടവഴിയിൽ ഇവിടെ ഒരു പാറ കാണുന്നുണ്ട്. അതിന് പുറമെ വലിയൊരു പാറ ഉണ്ടോ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ വെട്ടിപ്പോയതാണ്. ഈ ഭാഗമെല്ലാം ഇവിടെയൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ കാട് വെട്ടി ഇങ്ങനെ പോയതാണ്. രാവിലെ ഇതെല്ലാം നല്ല കാട് പിടിച്ചിടുന്ന സ്ഥലമാണ്. അങ്ങനെ ഇന്ന് അത്യാവശ്യം പണി പോയി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് വരുന്നത്. ഇന്ന് ഞാൻ പറഞ്ഞുതരാം തീയതി എത്രയാണ്. ഇന്ന് 31-ാം തീയതിയാണ്. 31-ാം തീയതി ഒരു വെള്ളിയാഴ്ച ദിവസമാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ദിവസം എന്ന് പറയുന്നത്. പോകുന്ന വഴിയേ പല ഭാഗത്തും ഒരുപാടധികം മരങ്ങളൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെ ഈ മലങ്കാറ്റൊക്കെ വരുന്ന സമയത്തൊക്കെ വീഴുന്നതാണ് ഇത്തരം മരങ്ങൾ. അതൊക്കെ ഇങ്ങനെ വഴിയിൽ കിടപ്പുണ്ട്. പിന്നെ അതിന് പുറമെ കുറേ സ്ഥലത്ത് ഇങ്ങനെ ആനത്താരകളും കൂടെ ഉണ്ട് കേട്ടോ ഈ വഴിയിലെല്ലാം. അതൊക്കെ നമുക്ക് കാണിച്ചു തരാൻ പറ്റുവാണെങ്കിൽ ഞാൻ കാണിക്കുള്ളൂ. ഇപ്പോൾ വീണേനെ ഞാൻ ചെറുതായിട്ട് ബാക്കിലൊന്ന് സ്ലിപ്പായായിരുന്നു. അതാണിപ്പം കണ്ടത്. ഇവിടെയൊക്കെ ഒരുപാട് മരങ്ങൾ വീണിടപ്പുണ്ട്. ഈ സ്ലിപ്പാവണ സമയത്തുണ്ടല്ലോ, നമ്മൾ നേരെ ബാലൻസ് ചെയ്തില്ലെങ്കിൽ കുറുക്കൊക്കെ തിരി. ഇപ്പം ചെറിയൊരു ഇതുണ്ട്, അതിന് ഓക്കെ ആവും. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊരു തേരി കയറിപ്പോവും. ആ തേരിക്ക് കുറച്ച് മുന്നിൽ നിന്നാണ് നമ്മൾ രാവിലെ ഈ കാണുന്ന കാട് വെട്ടി തുടങ്ങിയത്. തേള ഭാഗ്യം കേട്ടോ, ഇത് അവിടെ ഉണ്ടല്ലോ വഴിയിൽ ഒരു തേള് ഇരുന്ന് കേട്ടോ വഴീൻ്റെ സൈഡിൽ. അതിൻ്റെ തൊട്ടടുത്ത് ഞാൻ കാല് വെച്ചാണ് പോയത്. മനുഷ്യൻ്റെയൊക്കെ ഒരു ഭാഗ്യം നോക്കണേ. അങ്ങനെ നമ്മൾ രാവിലെ നമ്മുടെ പണി തുടങ്ങിയ ഭാഗത്തേക്ക് നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇവിടെ കുറേ ഇങ്ങനെ മരങ്ങളൊക്കെ ഇങ്ങനെ വീണ് കിടപ്പുണ്ട് ഈ വഴിയിലെല്ലാം. ഒരുപാട് കാതലുള്ള മരങ്ങളാണ്. അതായത് നല്ല കാതലുള്ള മരമായതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ചെത്തൊന്നും പോകില്ല കേട്ടോ. ഇത് കൂടുതൽ ഈ കിടക്കുന്നതെല്ലാം വേങ്ങ മരമാണ്, കാട്ടിലെ വേങ്ങ. അതായത് രക്തചന്ദനത്തിൻ്റെ കാട്ടിലുള്ള ഇതാണ് ഈ വേങ്ങ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ തടികളൊക്കെയാണ് ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഇത് ഒരുപാട് വർഷം ഇങ്ങനെ നടന്നാലും ഇത് ചെത്തൊന്നും പോകത്തില്ല. നമ്മുടെ നാട്ടിൽ ഇത്തരം മരങ്ങൾ വേലിക്കൊക്കെ ഉപയോഗിക്കുക. പിന്നെ അതിന് പുറമെ എവിടെയൊക്കെ കണ്ട നല്ല ഭംഗിയുള്ള കുറേ ഇങ്ങനെ വള്ളിക്കുടിലുകളൊക്കെ കണ്ട. ഇവിടെയൊക്കെ ഒന്ന് ഇരിക്കാനൊക്കെ ഭയങ്കര രസമായിരിക്കും. കണ്ട, ഇതിങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ് വലിയൊരു വള്ളിക്കുടിൽ. നമ്മുടെ കൂടെയുള്ള പണിക്കാർ ഇത് കുറച്ച് മുമ്പിലെത്തിയിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് പോയിട്ട് ആഹാരം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതും കൂടെ കഴിക്കണം. അത്യാവശ്യം വലിയ വലിയ മരങ്ങളൊക്കെ ഇങ്ങോട്ട് കാണുന്നുണ്ട്. ഇതൊക്കെയും കൂടുതലും വേങ്ങാമരം തന്നെയാണ്. പിന്നെയും മുന്നിലെ വഴിയിൽ വീണ് കിടക്കുന്നുണ്ടല്ലോ, ഇതൊക്കെയും ഈ വേങ്ങാമരം തന്നെയാണ്. വിചാരിച്ചതുപോലെ അല്ല കേട്ടോ. നമ്മൾ ഒരുപാട് ദൂരം രാവിലെ നടന്നു വരികയും അതുപോലെ തന്നെ ഒരുപാട് ദൂരം കാട് വെട്ടുകയും ചെയ്തിട്ടുണ്ട്. ഒക്കെ ഇന്നലെ വെട്ടിയാണ് പണിക്കാർ, ഇന്നലത്തെ പണിക്കാർ വെട്ടിയതാണ് ഈ ഭാഗം എല്ലാം. ഇനി നാളെ ആകുമ്പോഴേ ആമല നമ്മൾ പോയല്ലോ ഈ റോഡ് അല്ല ഈ ചെറിയ നടവഴി, ഈ നടവഴി ആമല സെറ്റിൽമെൻറ്റിലേക്ക് വരുന്ന റോട്ടിലേക്ക് എത്തിപ്പെടുന്ന ഭാഗത്തേക്ക് നമ്മൾ എത്തിപ്പെടും നാളെ. അപ്പം അതോടുകൂടി തന്നെ ഈ ഫയൽ റേൻ്റെ പണി കഴിയുവേ. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു വേറെ സ്ഥലത്തേക്കായിരിക്കും. അപ്പോൾ വേറെ സ്ഥലത്തേക്ക് നമ്മൾ സ്റ്റേ ഒക്കെ ചെയ്യുവാണെങ്കിൽ അതിൻ്റെയും കൂടി കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തി വീഡിയോ ചെയ്യാവേ. അത്യാവശ്യം നല്ലൊരു തേരി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. വലുതല്ല, ചെറിയ തേരിയാണ്. അത്യാവശ്യം നല്ല മഞ്ഞുണ്ട്. ഇതാങ്ങ് മുന്നിലൊക്കെ കാണുന്ന മലനിരകളൊക്കെ ഉണ്ടോ, അതിൻ്റെയൊക്കെ ഈ ഭാഗത്തായിട്ട് അമ്പൂരി ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെട്ടിട്ടുള്ള കുറേ സെറ്റിൽമെൻ്റ് ഉണ്ട്. കുന്നത്തുമല, പുരവിമല, അതുപോലെ തന്നെ കൊമ്പൈക്കാണി, അങ്ങനെയുള്ള സെറ്റിൽമെൻറ്റുകളൊക്കെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് വരുവേ. അപ്പോൾ അത് കുറച്ചിങ്ങനെ മഴ കുറഞ്ഞു നിൽക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും ആ ഭാഗത്തെ മൊബൈൽ ടവറും കാര്യങ്ങളൊക്കെ. നമ്മൾ രാവിലെ പോയപ്പോൾ കണ്ടായിരുന്നു, ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ, കാരണം നല്ല മൂടൽ മഞ്ഞ് അടിച്ചിട്ടുണ്ട്. ഈ കാട്ടിനുള്ളിലൂടെ നമ്മൾ പോകുമ്പം ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള മരങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്. ഇതിൽ പലതും നല്ല മരങ്ങളാണ്, വിറകിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ കാഞ്ഞിരം പോലുള്ള വലിയ വിഷപിടിപ്പുള്ള മരങ്ങളും ഈ ഭാഗത്തെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുക എല്ലാ മരങ്ങളും നല്ലതാണെന്ന്.
പലതും നല്ലതൊന്നുമല്ല, പലതും വിഷങ്ങളാണ്. ഈ ഭാഗത്ത് കാടുകളിലൊക്കെ കാണുന്നത് ചൂരലാണേ. നമ്മുടെ ചൂരലുണ്ടല്ലോ, ചൂരലാണ് ലാത്തിക്കൊക്കെ ഉപയോഗിക്കുന്ന ചൂരലൊക്കെയാണ് ആ ഭാഗത്തൊക്കെ കാണുന്നത്. അപ്പോൾ അതൊക്കെ ഒരുപാടുണ്ട്. അപ്പം നമ്മൾ കാട് വെട്ടി പോകുമ്പോഴുള്ള ഒരു പ്രശ്നം, ചൂരലൊക്കെ കാണുകയാണെങ്കിൽ സീനാണ്, മുള്ളൊക്കെ കാലിലൊക്കെ പൊത്ത് കയറും. ഇപ്പം നമ്മൾ പോകണ ഈ ഒരു വഴിയുണ്ടോ, നല്ല നിബിഡമായിട്ടുള്ളൊരു ഏരിയയാണ്. നമ്മുടെ പയ്യൻ ബാക്കിൽ നിന്ന് പറഞ്ഞ എന്തെന്നറിയാവോ, ഇവിടെ കുളയട്ട നന്നായിട്ട് കാണാനായിട്ടുള്ള സാധ്യതയുണ്ടെന്ന്. അപ്പം അതുകൊണ്ട് ഒന്ന് സ്പീഡ് നടക്കുന്നതായിരിക്കും നല്ലത്. ഇത് കണ്ട, ഇത് മുട്ടയെന്ന് പറഞ്ഞ മരമാണേ. അപ്പോൾ ഇതിൻ്റെ മൂട്ടിലാണെങ്കിൽ നല്ല തണുപ്പ് കിട്ടും. നമ്മൾ വീട്ടിൻ്റെ ഭാഗത്തൊക്കെ കൊണ്ട് നട്ടു വെച്ചാൽ തന്നെ നന്നായിട്ട് നമുക്ക് തണുപ്പൊക്കെ ആസ്വദിക്കാൻ പറ്റും ഈ മൊട്ട മരങ്ങളുള്ള സ്ഥലങ്ങളിൽ. അത് തന്നെ, വെയിലുള്ള സമയത്തും നല്ല തണലായിരിക്കും. ഇവിടെ ഇതാ ഈ കാണുന്നുണ്ടോ, കാണുന്ന പ്ലാവ് മരമാണ് ഇത് രണ്ടും. ഈ കാണുന്ന രണ്ടും പ്ലാവാണ്. പിന്നെ അത്യാവശ്യം ഇവിടെ ഒരു പാറാക്കൂട്ടമൊക്കെ ഉണ്ട്. ഇതെല്ലാവരും പതിയെ നടന്നിരിക്കും, താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു ഇറക്കമാണത്. ഇറക്കമൊക്കെ അടിച്ചു വിട്ട് പോകണം. ഇന്ന് മഴ പെയ്തുകൊണ്ട് ഇനി നാളെയൊക്കെ മിക്കവാറും നല്ല കുളയട്ടായിരിക്കും ഈ ഒരു വഴിയിൽ. നമ്മളിപ്പോൾ വിചാരിക്കും ഈ വഴിയൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് ആർക്ക് വേണേലും എപ്പോഴും നടന്നു പോകാമെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടാനകൾ ഉള്ള സമയമാണെങ്കിൽ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഏരിയയാണേ ഇതെല്ലാം. ഇപ്പോൾ രണ്ട് സൈഡ് വെട്ടിയതുകൊണ്ട് മാത്രമാണ് ഇത്രയും ഭംഗിയോടെ ഈ സ്ഥലം കിടക്കുന്നത്. അല്ലെങ്കിൽ ആന നിന്നാൽ പോലും കണ്ടുകൂടാത്ത കാടായിട്ട് ഇനിയിപ്പോൾ ഇത് ഒരു വർഷം ഇനി വെട്ടത്തില്ല. ഇനി അടുത്ത് ഇതേ സമയത്തൊക്കെ ആയിരിക്കും ഇത് വെട്ടുന്നത്. അപ്പോൾ ആ സമയം വരെ ഈ കാട് ഇനി അടുത്ത് വേനലൊക്കെ വരുന്ന സമയത്ത് ഇത് നന്നായിട്ട് പെട്ടെന്ന് മുളച്ച് കയറും. അപ്പോൾ ആ സമയത്തൊക്കെ മൃഗങ്ങളൊക്കെ നിന്നാൽ തന്നെ കാണാനായിട്ട് പാടായിരിക്കും. അതാണ് ഇത്തരം വഴികളുടെ പ്രത്യേകത. അത്രയും സ്ഥലം കണ്ടോ, അതായത് നമ്മൾ ഇതുവരെ വന്ന സ്ഥലം ഒരു നല്ല തെളിഞ്ഞൊരു സ്ഥലമാണ്. പിന്നെയും കുറച്ചിങ്ങനെ ഇരുണ്ട കാടുകൾ പോലുള്ള സ്ഥലം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ മുട്ട ഇങ്ങനെ കൂടുതലായിട്ട് നിൽക്കുന്ന സ്ഥലമാണ്. ഇത് ഇതും ഫുള്ള് മുട്ടയാണ് ഇതിനകത്ത് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ഇരുണ്ട കാടായിട്ട് കണ്ട ഇത് നിൽക്കുന്നത്. അതുപോലെ തന്നെ വേനലൊക്കെ ആണെങ്കിൽ ഇതിനകത്തുനിന്ന് ഇരിക്കുമ്പോൾ ഭയങ്കര സമാധാനമായിട്ട് നമുക്ക് ഇരിക്കാനും പറ്റും. നല്ല തണുത്തൊരു അന്തരീക്ഷവും നമുക്ക് വേനൽ സമയത്ത് ഈ മുട്ട കിടക്കുന്ന ഏരിയയിൽ കിട്ടുന്നുണ്ട്. ഇത് കൃഷി ഇങ്ങനെ ചെയ്തിട്ടിരിക്കുന്നത് പോലെ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ് ഈ ഭാഗത്തെല്ലാം. അതുപോലെ തന്നെ മുകൾ ഭാഗത്തും ഒക്കെ ഒരുപാട് ഇങ്ങനെ മുട്ട കിടക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുമേ. അപ്പോൾ നമ്മൾ ബേക്കിൽ നിന്ന് വന്ന ഭാഗത്തിനെ കാട്ടി എനിക്ക് തോന്നുന്നു ഈ കുന്നിൽ, അതായത് മുകളിലേക്ക് കുറച്ചും കൂടെ മഴ ഇങ്ങനെ പെയ്തെന്ന് തോന്നേ. അപ്പോൾ ഇങ്ങനെ വെള്ളം വരുന്നത് കണ്ട, കിളിവെള്ളം. നല്ലൊരു ശബ്ദമാണ് ഇവിടെ നിൽക്കുമ്പോൾ, മഴയുടെയും അതുപോലെ ഈ ഒരു കാടിൻ്റെയും പിന്നെ അതുപോലെ ഇങ്ങനെ വെള്ളമൊലിച്ച് വരുന്നതിൻ്റെയൊക്കെ ഒരു ശബ്ദം നല്ല രസമാണ് കേൾക്കാനായിട്ട്. ഏകദേശം ആമലപൂരിലേക്ക് പോകുന്ന റോഡിൻ്റെ ഭാഗത്തേക്ക് എത്താറായിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു മഴ പെയ്തപ്പോൾ തന്നെ അത്യാവശ്യം ചെറിയൊരു കോടമഞ്ഞ് ഇവിടെ കൂടി ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. ചെറിയ രീതിക്കുള്ളൊരു കോട, വലിയ രീതിക്കൊന്നും പറയാനില്ല, ചെറിയ രീതിക്കുള്ളൊരു കോട ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. ഇവിടെ നിന്ന് നേരെ ഇനി താഴെയാണ് കമ്മ്യൂണിറ്റി ഹാള്. അപ്പോൾ ഇവിടുത്തെ പൊതുവായിട്ടുള്ളൊരു കെട്ടിടം എന്ന് പറയുന്നത് താഴെയാണ് കമ്മ്യൂണിറ്റി ഹാള്. കമ്മ്യൂണിറ്റി ഹാളിൽ പോയിട്ട് പിന്നെ നമുക്ക് മേളിലേക്ക് കയറാം. അമ്പോ, എന്തോരം ഭംഗിയെന്ന് നോക്കി ഇത് കാണാനായിട്ട്. നല്ല കോടയുണ്ട്. ഈ റോഡ് വഴി കയറി പോയാലാണ് ഞാനിപ്പോൾ രാമൻ എന്ന് പറഞ്ഞ പയ്യൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അവിടേക്ക് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ ഫയൽ റെയിൻ കുറച്ച് അപ്പുറത്തു നിന്നാണ് ഇതിൻ്റെ വർക്ക് തുടങ്ങിയത്. അപ്പോൾ അത് കഴിഞ്ഞ് ഈ വഴിയുണ്ട, ഇതാണ് മേലെ ആമല സെറ്റിൽമെൻറ്റിലുള്ളവർ. അവർ പ്രധാനമായിട്ടും വീട്ടിലേക്കൊക്കെ പോകാനായിട്ട് ഉപയോഗിക്കുന്ന റോഡെന്ന് പറയുന്നത് നമ്മളിപ്പം കാണുന്ന ഈ ഒരു മണ്ണ് റോഡാണ്. ഇവിടെ കറണ്ടൊക്കെ ഉണ്ട്, പിന്നെ അതുപോലെ മൊബൈൽ ടവർ, നെറ്റ്വർക്ക് എല്ലാം ഇവിടെ ഉണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ കോട്ടൂരേക്ക് എത്തിപ്പെടാനായിട്ടാണ് വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. കാരണം ഏകദേശം ഒരു 12-13 ഒറ്റപ്പെട്ട, അതായത് ഈ ആമല സെറ്റിൽമെൻറ്റിൽ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീടുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രത്തിൻ്റെ അവിടെ മാത്രമാണ്
ജനവാസ മേഖലയായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും കാട്ടിനുള്ളിലൂടെയൊക്കെ ആമല ഊരിലേക്ക് എത്തിപ്പെടാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഭയാനകമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ? ഇപ്പോൾ സീനാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. തൊട്ട് താഴെയാണ് കമ്മ്യൂണിറ്റി ഹാളുള്ളത്. കമ്മ്യൂണിറ്റി ഹാളിൻ്റെ അവിടെ പോയിട്ട് തിരിച്ച് ഇതിലേ കയറിയിട്ട് തന്നെ രാമൻ്റെ വീട്ടിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പച്ചപ്പൊക്കെ കാണുന്നുണ്ട്. ഇവിടെ പിന്നെ റോഡിൻ്റെ പണിയും കൂടെ നടക്കുകയാണ്. പിന്നെ അതിന് പുറമെ ഇതാണ്ട് ഇവിടെ കണ്ട അടിപൊളി ഒരു പാറ ഇരിക്കുന്നുണ്ട്. രാമൻ്റെ വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതാ എൻ്റെ കൂടെ രാമനുണ്ട്. അപ്പോൾ താഴെ റോഡിൻ്റെ പണിയൊക്കെ നടക്കുകയാണ്. അപ്പോൾ JCB ആ സൈഡിൽ നിന്ന് റോഡ് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ രാവിലെ ദാ ഈ കാണുന്ന വഴി കൂടെയാണ് ഇറങ്ങി വന്നത്. രാമൻ്റെ വീട്ടിൻ്റെ പോടേ അതങ്ങനെ തന്നെടാ. എനിക്ക് കുനിവുണ്ടടാ രാമ. പണ്ടേ അങ്ങനെ ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ സുഹൃത്തായിട്ടുള്ള രാമൻ്റെ വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാമൻ്റെ വീട്ടിൽ പോയിട്ട് രാമൻ്റെ വീട്ടിൻ്റെ താഴെ ഭാഗത്ത് കുറേ കാണാൻ ഭംഗിയുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിക്കാവേ. ഇതാണ് രാമൻ. ഇപ്പം രാമൻ്റെ വീട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇതാണ് വഴി. ഇതിലേ കയറി കുറച്ച് ഫ്രണ്ടിൽ ചെന്ന് കഴിഞ്ഞാൽ രാമൻ്റെ വീട്ടിലോട്ട് പോകാൻ പറ്റും. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ താഴെ ഒരു അടിപൊളി തോടൊക്കെ ഉണ്ട്. വൈകുന്നേരം നമ്മൾ അങ്ങോട്ടാണ് കുളിക്കാനൊക്കെ പോണതേ. ഇതാണ് രാമൻ്റെ അനിയൻ. അപ്പോൾ രാമൻ്റെ വീടാണ് ഇത് ആമലുള്ള. അപ്പോൾ പെട്ടുകല്ലിൻ്റെ അടിവാരത്തല്ലേ? പെട്ടുകല്ലിൻ്റെ അടിവാരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് കണ്ടോ നല്ല കോടമഞ്ഞൊക്കെ വന്നിറങ്ങണുണ്ടോ? അടിപൊളി കോടമഞ്ഞൊക്കെ വന്നിറങ്ങുന്നുണ്ട്. നല്ലൊരു തണുപ്പൊക്കെ. രാമൻ്റെ വീട്. അപ്പോൾ രാമൻ്റെ വീട്ടിലാണ് ഞാൻ നിൽക്കണത്. തൊട്ട് താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ അടിപൊളി ഒരു തോടൊക്കെ ഉണ്ടേ. അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. രാമൻ്റെ വീട്ടിൽ വൈകുന്നേരം എത്തിയപ്പോൾ നമുക്കിതാ പഴം കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി പഴം. ഇത് കഴിക്കാൻ പോവുകയാണ്. ഈ പഴത്തിൻ്റെ പേരെന്താ രാമ? പോടാ, അതല്ല വേറെന്തരാണ്. നല്ല ഭംഗിയുള്ള പൂവ് കേട്ടാ. ഈ പൂവിൻ്റെ പേരെന്തോന്നാടാ രാമ, അറിയാവോ? എന്താണ്? കാട്ടുചെമ്പകപ്പൂ. രാമൻ്റെ വീടിൻ്റെ മുമ്പിൽ നിൽക്കണേ. രാമൻ്റെ റബ്ബറും പണയിലൂടെയാണ് നമ്മളിപ്പോൾ താഴേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞാൻ രാമനെന്ന് ഇനിയും പറയും. ഇവിടെ നിന്ന് കുറച്ച് താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കാടാണ്. മഴ നനഞ്ഞ് കുളിക്കുകയല്ലേ എനിക്ക് തോന്നണം. കുഴപ്പമില്ല, എന്തായാലും താഴെ വരെ പോയിട്ട് വരാമല്ലോ. നല്ല ഇരുണ്ടൊരു കാടാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു വേണ്ട, അങ്ങ് താഴെ ഇറങ്ങിയാൽ മതി. എനിക്ക് പോട്ട് കുഴപ്പമില്ല. അതറിയാം. ഒന്നും അറിയണ്ട. നമ്മൾ പതിയെ കാടുകൾ താണ്ടി നല്ല കഠിനമായിട്ടുള്ള മഴ, ശക്തമായിട്ടുള്ള മഴ. അമ്മച്ചി വീണ് അയ്യോ വീണ് കേട്ടോ, ഞാൻ വീണ് കൈസീനായി. നല്ല മഴ കേട്ടോ. ഇറങ്ങി ഇനി തോട്ടിലോട്ട് കുളിക്കാൻ പോവേണേ. നല്ലൊരു വെള്ളച്ചാട്ടം എന്തോ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അടുത്തയാൾ വീണ് മകേഷ് വീണ് കണ്ടോ മകേഷ്? എല്ലാവരും കണ്ടു. ഒടുക്കത്തെ മഴ കേട്ടോ. ഒടുക്കത്തെ മഴയും നല്ല കുത്തുമടയുണ്ട്. നല്ല മഴ കേട്ടോ, നല്ല മഴ. രാമൻ്റെ അനിയൻ എന്താ ഇവൻ നമ്മളെ ചതിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഏതോ പടപ്പിനകത്ത് കൊണ്ടിറക്കി. ഇല്ല രാമ, നമ്മൾ പെട്ട് ദാവ അങ്ങ് എത്തുകയും ചെയ്ത്. അങ്ങനെ അത്യാവശ്യം കാടുകളൊക്കെ താണ്ടി നമ്മുടെ മകേഷിൻ്റെ വീട്ടിന് താഴെയുള്ള തോട്ടിൽ നമ്മൾ ഇറങ്ങി നിൽക്കുകയാണ്. നല്ല മഴ പെയ്യുകയാണെങ്കിൽ ഇവിടെ നല്ല വെള്ളം ഇറങ്ങും കേട്ടോ. ഇവ ഇത്രയും വലിയ കാട്ടിനകത്താണ് നമ്മളെ കൊണ്ടിറക്കിയിരിക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. വലിയ കാടാണ്. ഇവനറിയാമെന്നുള്ള ഏതോ വെള്ളച്ചാട്ടമുണ്ട്. ഇവിടെ എവിടെയും തന്നെയാടാ, ഇവിടെ എവിടെയെങ്കിലും തന്നെ. കാലൊക്കെ കീറിയെന്ന് തോന്നുന്നു കേട്ടോ. വൈകുന്നേരം വീട്ടിൻ്റെ അടുത്തുള്ള തോട്ടിൽ കുളിക്കാൻ വേണ്ടി കൊണ്ടിറക്കിയാണ് മകേഷ്. ആ രാമൻ്റെ അനിയനാണ് നമ്മളത് ഇവിടെ കൊണ്ടെത്തിച്ചത്. നല്ല മഴയടിക്കുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ഒരു സ്പോട്ടിൽ ഇവ നമ്മളെ കൊണ്ടെത്തിച്ചിട്ടുണ്ടേ. ഈ 6 വഴിയാണ് നമ്മൾ കയറി വന്നത്. തൊട്ട് മുകളിലാണ് അമ്മമാരുടെ വീട്. കാണിച്ചു തരാം ഇവിടുത്തെ ഒരു വിഷ്വല്.
വൈകുന്നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞ് ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ വന്നിട്ടാണ് നമ്മൾ കുളിച്ചത്. അങ്ങനെ കുളിച്ചിട്ട് ഇനിയിപ്പം ഏതെങ്കിലും മടയിൽ കൂടി തിരിച്ച് കയറി പോകണം. രാമൻ്റെ അനിയൻ നമ്മളെ ചതിച്ചതാണ് കേട്ടോ. ഇവിടെ വരാൻ വേണ്ടി സിമ്പിൾ വഴിയുണ്ടായിരുന്നു. ഇതാണ്ട് ഇവ ഏതോ കാട്ടിൽ കൂടി നമ്മളെ ഇറക്കിയിട്ടാണ് ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഇവിടെ കൊണ്ടിട്ടത്. തൊട്ട് മുകളിലാണ് ഇവൻ്റെ വീട്. ഇവൻ നമ്മളെ ചതിച്ചിരിക്കുന്നു. വരാം. നമ്മൾ പിടിച്ച് കയറാൻ പോവുകയാണ്. അങ്ങ് മുകളിൽ കയറി പോകണം കേട്ടോ. ഭയങ്കര വലിയൊരു കൊക്കയാണേ നമ്മൾ പിടിച്ച് കയറി മുകളിലേക്ക് പോകുന്നത്. ഇത്രയും വലിയ കൊക്കയ്ക്കകത്താണ് എന്നെ കൊണ്ട് എത്തിച്ചതെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. നമ്മൾ പറ്റുവള്ളി എന്ന് പറഞ്ഞൊരു സൈസ് വള്ളിയാണ് കണ്ടത്. മുള്ളൊക്കെ ഉണ്ട് ഇതിനകത്ത്. പറ്റുവള്ളി അല്ലേ, ഇത് വേറെന്തോ വള്ളി. ഇതിൽ മുള്ളുണ്ട്. ഈ വള്ളിയിൽ കണ്ട ഇത് പിടിച്ച് കയറി മുകളിലേക്ക് പോകണം. കയ്യിൽ ക്യാമറയുണ്ട്. ഇത് നമ്മൾ എറുമ്പിയാട് പ്ലാത്ത് വഴിയൊക്കെ ആമലയിലേക്ക് വരുമ്പോൾ വരുന്നൊരു വഴിയാണ്. വേനൽ സമയമാണെങ്കിൽ ഇവിടെ അധികം വെള്ളമൊന്നും കാണാറില്ല. മഴ സമയമാണെങ്കിൽ നല്ല വെള്ളം കാണും ഈ തോട്ടിലൊക്കെ. അപ്പോൾ ഇപ്പോൾ ഒരു മഴയും കൂടെ പെയ്യുന്നുണ്ട്. ഇപ്പം പിന്നെ ഏതോ കാട് കൊണ്ട് കാണിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ നമ്മൾ. അതാ അടിപൊളി കാഴ്ചകളാണേ ഇവിടെ നമ്മൾ കാണാൻ വേണ്ടി പറ്റുന്നത്. നല്ല മഴയും. ചെറുക്കൻ എനിക്ക് വേറൊരു വെള്ളച്ചാട്ടം കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഈ രാമ സമ്മതിക്കില്ല. ഇവൻ്റെ അനിയൻ ഇവൻ്റെ ചേട്ടായി. പോവാൻ രാമ. അത് കുഴപ്പമില്ല, അത് കാണൂല. പോവാൻ മകേഷ്, വീട്ടിലോട്ട് പോവാം. അങ്ങനെ നമ്മൾ കുളിച്ചിട്ട് ഇതാ രാമൻ്റെ വീട്ടിലേക്ക് തിരിച്ച് കയറി പോവുകയാണ്. അടിപൊളിയാണ് ഇവിടുത്തെ ആറ്. വലിയ തോടല്ലേ രാമ? വലിയ തോട് എന്നാണ് ഈ തോടിനെ അറിയപ്പെടുന്നത്. നമ്മുടെ കതിർമുടിക്കാരിക്കൊക്കെ മുകളിലൊക്കെ വീഴുന്ന വെള്ളമെല്ലാം നമ്മളിപ്പം കണ്ട തോട്ടിലാണ് വരുന്നത്. അപ്പോൾ മഴ പെയ്യുന്ന സമയത്ത് ഇതിൽ നിന്നും വലിയ വെള്ളവും വെള്ളച്ചാട്ടങ്ങളൊക്കെ ആയിട്ട് മാറും. ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ മുകളിൽ. വഴി കൂടെയാണെങ്കിൽ നമ്മൾ ഇറങ്ങി വന്നത്. രാമ എനിക്ക് വേറൊരു വെള്ളച്ചാട്ടം കൂടെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കുന്തിരി മരം. പ്യുവർ കുന്തിരി മരമാണ്. ഇതിനകത്തു നിന്നാണ് കുന്തിരി വെട്ടിയെടുക്കുന്നത്. കുന്തിരിക്കാം നമ്മുടെ തെള്ളിപ്പൊടി. ഇവിടെ ഒരു വെള്ളച്ചാട്ടം കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ കൂട്ടിക്കൊണ്ടുവന്നത് രാമൻ. അവൻ്റെ വെള്ളച്ചാട്ടം നോക്കാം ഏതാണെന്ന്. ഇതാടായി. ഇത് ഏറ്റവും വെള്ളച്ചാട്ടം. കിടിലൻ വെള്ളച്ചാട്ടം കേട്ടോ ഇവൻ കാണിച്ചു തന്നത്. ഇതാണ് കേട്ടോ ഇവൻ പറഞ്ഞ വെള്ളച്ചാട്ടം. ഇത് വേണ്ട, ഇതാണ് രാമൻ പറഞ്ഞൊരു വെള്ളച്ചാട്ടം. കൊള്ളാം, അടിപൊളി. അത്യാവശ്യം കുളയട്ടകളൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ് കാലിലേക്ക്. രാമൻ്റെ കയ്യിലാണെങ്കിൽ ഒരു ഡെറ്റോളുണ്ട്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അധികം കയറത്തില്ല. അല്ലെങ്കിൽ ഉപ്പ് വെള്ളം, ഇത് രണ്ടും ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ കറങ്ങി തിരിഞ്ഞത് ആ രാമൻ്റെ വീട്ടിലേക്ക് നമ്മൾ പിന്നെയും കയറി വരികയാണേ. രാമൻ്റെ കൃഷിയിടമാണേ ഇത്. ഇതിനകത്ത് അത്യാവശ്യം നെല്ലൊക്കെ ഉണ്ട്. ഞാൻ നിൽക്കുന്ന പയ്യൻ്റെ വീടായിട്ടുള്ള രാമൻ്റെ നെല്ലിടമാണ്. നെല്ലിടം, പിന്നെ അതുപോലെ തന്നെ വാഴ, മരിച്ചിനി, അങ്ങനെ കൃഷികളൊക്കെ രാമനിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രാമൻ്റെ ഇതിനകത്തൊരു മാടം വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് പോയി കണ്ടിട്ട് വരാവേ. ഇതിനകത്താണ് രാമൻ്റെ കൃഷിയൊക്കെ. രാമൻ്റെ മാടം ഒന്ന് പോയി കണ്ടിട്ട് വരാം. അപ്പോൾ ഇതൊക്കെ ഇവർ പൈസ മുടക്കിയിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണേ. കണ്ട എർത്ത് ബോക്സാണ്. അപ്പോൾ ഇവിടെ എർത്ത് വെച്ചിട്ടുണ്ട്. അറിയാമല്ലോ, ഭയങ്കര വന്യമൃഗശല്യമാണ്. അപ്പോൾ എർത്ത് ബോക്സൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ കറണ്ടൊക്കെ ഇടും. അങ്ങനെ രാമൻ്റെ മാടം കാണാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പോവുകയാണ്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ചെയ്തുകൊണ്ടിരുന്ന കൃഷിയാണ് കരനെല്ല് കൃഷി. അതായത് കരനെല്ല് കൃഷിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് നമ്മുടെ രാമൻ. അപ്പോൾ ഇവിടെ കുരുവിയുടെ ശല്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറെ എന്തോ സെറ്റപ്പൊക്കെ അവരവിടെ വെച്ചിട്ടുണ്ട്. കരനെല്ലെന്ന് പറയുന്നത് ഈ കിടക്കണ ഇതിനെ. അപ്പോൾ ഇതാണ് രാമൻ്റെ മാടം, നമ്മുടെ കാവൽ മാടം. അത് ചെയ്തു വെച്ചിരിക്കുന്നതും കൂടെ നമുക്കൊന്ന് കാണാവേ. കണ്ട, ഇതിനകത്ത് തീയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം ആകുമ്പം കാവലൊക്കെ കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കാവൽ മാടങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം വിറകുകളൊക്കെ ഇതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ വൈകുന്നേരം ആകുമ്പം രാമൻ്റെ അച്ഛൻ അല്ലെങ്കിൽ രാമൻ അവരൊക്കെ ഇവിടെ കാവലിടക്കാൻ വരും. അങ്ങനെയാണ് ഇവിടുത്തെ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇവിടെ അത്യാവശ്യം കൃഷികളൊക്കെ ചെയ്തിട്ടാണ് ഇതുപോലുള്ള മാടങ്ങൾ വയ്ക്കുന്നത്. നമ്മുടെ ഊരിലൊക്കെ വയ്ക്കുന്നത് പോലെ തന്നെ ഒരു അടിപൊളി മാടം ഇവിടെ വച്ചിട്ടുണ്ട്. രാമൻ്റെ വിളയിൽ നിന്ന് നമുക്ക് ഓറഞ്ച് ഇട്ടിരിക്കുകയാണ്. പുളി ഓറഞ്ചാണോ രാമ? വേണ്ട, ഓറഞ്ച് തന്നെയല്ലേ, നമ്മളെ സാധാ ഓറഞ്ച് തന്നെയല്ലേ? പറ്റിക്കണ തന്നെയല്ലേ രാമ? മധുരമുള്ള ചെറിയ ഓറഞ്ച് എന്നാണ് രാമൻ പറഞ്ഞത്. രാമൻ എന്നെ ചതിച്ചിരിക്കുന്നു. മറ്റേ പുളി ഓറഞ്ച് ആവേശത്തോടെ ഞാനിത് കഴിച്ചു കേട്ടാ. അമ്പോ, നീ പറഞ്ഞില്ലേ നല്ല മധുരമെന്ന്. ഞാൻ വിശ്വസിച്ച്.
പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത് എന്നെ പറ്റിച്ചിരിക്കുകയാണെന്ന് രാമൻ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് രാമൻ്റെ വീട്ടിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. എന്നാലും രാമൻ നീ പറ്റിച്ചത് ശരിയായില്ല. അവൻ്റെ ഓറഞ്ചാണെന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചിരിക്കുകയാണ് രാമൻ. നമ്മളവിടെ വരും, അന്ന് ഞാൻ എന്തെങ്കിലും വെച്ച് നിന്നെ പറ്റിക്കൂടെ രാമ? മധുരമില്ലാത്തതല്ലേ? നല്ല മധുരമാണോ? രാമൻ്റെ വീടിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇവിടെ നിന്ന് കതിർമുടി ആ ഭാഗത്തെ മലനിരയൊക്കെ കാണാൻ പറ്റും കേട്ടോ. പക്ഷെ ഇപ്പം കാണാൻ പറ്റില്ല. ഇപ്പം ചുറ്റിന് നല്ല മരങ്ങളും എന്താ. ഇവിടെ നിന്ന് താഴെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ കുറേ കൃഷികളുടെ ഭാഗങ്ങളൊക്കെ മാത്രമാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ സമയം വൈകുന്നേരം ആയിട്ടുണ്ട്. നമ്മളങ്ങനെ പണിക്കൊക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല മഴയടിക്കുന്നുണ്ട്. അപ്പോൾ നല്ല മഴയടിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾ രാമൻ്റെ വീടിൻ്റെ തൊട്ട് പിറകിൽ ഇങ്ങനെ നടന്നു വരികയാണ്. പണിയൊക്കെ കൊള്ളാമായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല പണി തന്നെയായിരുന്നു. അത്യാവശ്യം കഠിനമായിട്ടുള്ള പണി തന്നെയായിരുന്നു. രാവിലെ 7:30 തുടങ്ങിയിട്ട് 2:30 തീരും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ വന്ന് കുളിച്ചു. പിന്നെ അതിനുശേഷം രാമൻ്റെ വീട്ടിനടുത്തുള്ള തോട്ടിലൊക്കെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരുന്നത്. അപ്പം രാമൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള തോട്ടിൽ പോയൊക്കെ അടിപൊളി ഒരു കുളിയൊക്കെ കുളിച്ച് അതിന് പുറമെ അവിടുത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അങ്ങനെ ആമലയിലെ കാഴ്ചകളും അടുത്ത് നമ്മൾ ചിലപ്പം പണിക്ക് പോകുന്ന സ്ഥലത്ത് ഫിഷിങ്ങും അതുപോലെ ടെൻറ്റ് സ്റ്റേയും നമ്മൾ ടാർപ്പായ കെട്ടിയിട്ടുള്ള സ്റ്റേയും ഒക്കെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ നമ്മൾ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കാവേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അങ്ങനെ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബായ് സുഹൃത്തുക്കളെ.